നമ്മൾ നമ്മുടെ തെക്കേപ്പുരയിലെ പറമ്പിൽ നിന്ന് 40 തേങ്ങ അടത്തിയിട്ടുണ്ട് കേട്ടോ. 40? അത്രേ ഉള്ളൂ? അതിൽ കൂടുതൽ വെട്ടണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ഈ 40 എണ്ണം കയറിയപ്പോൾ അവൻ്റെ ആരോട് ചത്തു എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി അങ്ങ് പോയി. കൊള്ളാം. എന്നാ പിന്നെ എന്താ എന്നോട് പറയാനേ? ഞാനത് അറിയുന്നു. എന്നാ പിന്നെ കാര്യം ചെയ്യും, നാളെ രാവിലെ കയറി കടത്താവോ? എനിക്ക് തെങ്ങാറാൻ അറിയത്തില്ല, തുടയറിയും. തുടവരി ഇതാ പറയാത്ത തുടവരി. പിന്നെ നമ്മുടെ അവിടെ വയലിൽ നിന്ന് ഇന്നലെ ട്രാക്ടർ വിളിച്ചു കേട്ടോ. 2-3-4 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു. 3500 രൂപ. ട്രാക്ടർ ആരുടെ അച്ഛൻ വാങ്ങിച്ചേ? നമ്മുടെ സദാശിവന്റെ. അച്ഛല്ലേ അച്ഛാ പറഞ്ഞ ട്രാക്ടർ അയാൾ ഭയങ്കര അറപ്പാന്ന്. ചേട്ടാ അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ട്രാക്ടർ? എന്നാ പിന്നെ എന്താ എന്നോടങ്ങ് പറയാനേ? അച്ഛൻ എന്തോ മോനോട് പറയണ്ടേ? ട്രാക്ടറിന്റെ കാര്യം അവിടെ വയലിൽ കിടപ്പുണ്ടോ? രാവിലെ എടുത്ത് ചോദിക്കാവോ? എനിക്ക് ലൈസൻസ് ഇല്ല. കേട്ടോ അവന് തുടങ്ങി ലൈസൻസും ഇല്ല, വരുമാനമൊന്നുമില്ല. അതുപോലെ നമ്മുടെ അവിടെ നിന്ന് ഈറ വെട്ടി കേട്ടോ. ഈറ വെട്ടി പിന്നെ അവന് കൊട്ട നെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എവിടെ കൊടുത്തേ? കൊട്ട നെയ്യാൻ കൊടുത്ത് നമ്മുടെ ഇവിടെ കായംകുളത്ത്. കായംകുളത്തോ? അത്രയും ദൂരോ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? പിന്നെ എവിടെ ഞാൻ കൊട്ട നെയ്യാൻ കൊടുക്കും? നമ്മുടെ ഈ നാട്ടിലൊന്നും ഇല്ല. എന്നാ പിന്നെ എന്താ എന്നോടങ്ങ് പറയാനേ? എന്ത് വെച്ചാൽ പറയണ്ടേ? കൊട്ട നെയ്യാനോ? നിനക്ക് കൊട്ട നെയ്യാൻ അറിയാമോ? കൊട്ട അറിയാം, നെയ്യ് അറിയത്തില്ല. നെയ്യ് അറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ എല്ലാം പറഞ്ഞ ഞാൻ അതിന്റെ അറ്റത്ത് കയറി പിടിക്കുന്ന എന്തിനാ? ഈ ഒരു ഒറ്റ കാരണമാണ് നിന്റെ ബിസിനസ് എല്ലാം പൊട്ടി 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 പോകുന്നത്. എടാ നീ ഇനി അടുത്ത എന്തെങ്കിലും പരിപാടി ചെയ്യാൻ നോക്ക്. ഒന്നെങ്കിൽ നീ അതങ്ങ് നിർത്ത്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നാട്ടുകാർ എന്തോ പറയും? നീ തന്നെ ആലോചിച്ചു, നാട്ടുകാർ എന്തോ പറയും? ഈ ബിസിനസ് ഏതെല്ലാം പൊട്ടി അവൻ അവസാനം പെണ്ണുപിള്ള വീട്ടിൽ നട്ടിപ്പൊരി കിടക്കുന്നല്ലേ നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇവരോട് അങ്ങോട്ടങ്ങ് പോവാ. അച്ഛൻ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്നേ. അതെന്തിനാ നിന്റെ വീട്ടിൽ പോന്നേ? ഇവിടെ ഇത്ര ഒരു വലിയൊരു വീടും പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ? നിങ്ങളിവിടെ നിൽക്കേ. എടാ അതിനോട് എന്തെങ്കിലും ബിസിനസ് നോക്കും. ഒരു കാര്യം ചെയ്യും, അവൻ വരുമ്പോൾ നീ അവൻ വന്നിട്ട് അവൻ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കൂടെ ഷിപ്പിൽ പോകാൻ നോക്ക്. ഷിപ്പിൽ പോയാലൊന്നും ശരിയാകത്തില്ല വെച്ചാൽ. ഞാൻ ഓൺലൈൻ ബിസിനസ് ഒന്നും ചെയ്ത് നോക്കട്ടെ. എനിക്ക് 6 മാസം സമയം കൊടുത്താ ആക്കുവേ. അച്ഛാ അവൻ എപ്പോഴാ അച്ഛാ വരുന്നേ? അവൻ എപ്പോഴാണ് വരുന്നത് എനിക്കറിയത്തില്ല. മിക്കവാറും അവൻ നാളെ രാവിലെ ഉച്ചയ്ക്ക് മുന്നേ എന്തായാലും എത്തും. അല്ലല്ല, നാളെ എന്നോട് വൈകുന്നേരം വിളിക്കാൻ ചെല്ലണമെന്ന് അവൻ പറഞ്ഞേ. നാളെ വൈകുന്നേരം? ആ അടിപൊളി. ഒരു സ്ഥിരതയില്ലാത്ത ചെറുക്കൻ. അച്ഛാ നീ എന്നോട് നാളെന്ന് പറഞ്ഞിട്ട് എന്തുകൂടാ നീ ഈ പരിപാടി കാണിച്ചേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു. അതല്ലെങ്കിലും പണ്ട് അങ്ങനെ ആണല്ലോ. ഇവനങ്ങ് ക്ഷീണിച്ച് അതുകൊണ്ടാണോ തല്ലി നീര് വെപ്പിക്കാൻ നോക്കുന്നത്? പോടാ. ഓ ഇവനങ്ങ് വലുതായേ, ഇവനെ പിടിച്ച് കെട്ടിക്കണ്ടേ? അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ചെയ്യ്, നീ പോയി കുളിച്ചിട്ടോ. അപ്പൊ ഞാൻ കുളിച്ചിട്ടില്ല. എന്തുവാടാ എന്തുവാടാ? ഇവനെ ചേച്ചിക്കുള്ള മുട്ടയാണത്. അതൊക്കെ പെട്ടിയിലുണ്ട്. എന്തുവാ ഇത്? ഇവന് വലിയ പയ്യനായി പോയേ. പിന്നെ അവൻ കുളിച്ചിട്ട് വരുമ്പോ അവന്റെ കല്യാണ കാര്യം നിങ്ങൾ വേണം പറയാൻ. ഞാൻ പറയാം. നീ പറയണ്ട മോനെ, നീ അവനോട് പറഞ്ഞു. ഞാൻ പറയാം, ഇന്നാൾക്കെ പറയണമെന്ന് വിചാരിച്ചു. നീ പറഞ്ഞ അവൻ കേൾക്കും. 15 ദിവസം കാണത്തുള്ള ചെറുക്കന് ഇത്തവണെങ്കിലും പെണ്ണുകാണലും കണ്ട് വാക്കുറപ്പിന് നടക്കണം. നീ എന്നാ പെട്ടി കൊണ്ട് വെച്ചിട്ടു. എടാ മോനെ, നീ എന്താണ് ഒരു കല്യാണമൊക്കെ കഴിക്കാത്തത്? കല്യാണം ഞാൻ ആദ്യം മര്യാദക്ക് ചോറൊന്നും കഴിക്കട്ടെ, പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം. കൊള്ളാം. ഫുഡ് കഴിക്കുന്നത് പോലെ ആന്നോടാ കല്യാണം കഴിക്കുന്നത്? എടാ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ വേണമെങ്കിൽ കല്യാണം കഴിക്കണോടാ. ചേട്ടാ പറഞ്ഞു കൊടുക്കുക ചേട്ടാ. അതാ നിനക്ക് എത്ര പ്രായമായെന്നറിയാം? 25 വയസ്സായി നിനക്ക്. 25 വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ മൂത്ത് നിറയ്ക്കുമ്പോ പെണ്ണുങ്ങളെ കിട്ടത്തില്ല. അത് മനസ്സിലാക്കി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കിളിന്ത പരുവത്തിലേക്ക് കല്യാണം കഴിച്ച് പോവാ. ചേട്ടാ പറഞ്ഞു കൊടുക്കേട്ടാ. 27 വയസ്സ് കഴിഞ്ഞോണ്ടല്ലോ ഒന്നും കിട്ടില്ല. പെണ്ണുങ്ങൾക്ക് 29 കഴിഞ്ഞ് 30 കയറി കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളെ കിളവന്മാരാ. അത് മനസ്സിലാക്കണം. പെണ്ണിനെ കിട്ടത്തില്ല മോനെ. ചേച്ചി പൈസ ഉള്ളിടത്തോളം കാലം ഉണ്ടല്ലോ പെണ്ണൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ നിന്റെ തോന്നല. വെറും തോന്നല. പൈസ മാത്രം പോരാ, ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം നടത്താൻ പറ്റത്തുള്ളൂ. ഒരു കൊച്ചും പെണ്ണുങ്ങനെയൊക്കെ വേണ്ടായോ? ഈ പ്രായമായി കഴിഞ്ഞാൽ ആരുടെ കൂടെ ജീവിക്കും? ഒറ്റപ്പെട്ടു പോവടാ. എന്തോ ഞാൻ അച്ഛൻ്റെ കൂടെ ജീവിക്കും. കൊള്ളാം. അച്ഛൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുവാ. മോളെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കൂടെ ജീവിക്കും. അത് കൊള്ളാം. അതെന്തൊരു വർത്താനമാടാ നീ? എന്തൊരു വർത്താനമാടാ നീ പറയുന്നത്? ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ജീവിക്കും, ഞങ്ങളുടെ കൂടെ ജീവിക്കും. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല. അപ്പോഴാ നിന്നെ നോക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് സാരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
നിന്റെ കല്യാണത്തിനും പെണ്ണ് കാണലിനും ഒക്കെ ഉടുക്കാൻ വേണ്ടി എനിക്കൊന്ന് അണിഞ്ഞൊരുങ്ങി നടക്കണ്ടേ അല്ലേ ഏട്ടാ? ചേടാ ചേച്ചിക്ക് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് വല്ല ഫംഗ്ഷനും പരിപാടിക്ക് എടുത്തോണ്ട് പോയാൽ പോരെ? അതിന് വേണ്ടിയിട്ടല്ല, അച്ഛനും ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഫംഗ്ഷൻ എടുത്തോണ്ട് പോകുന്ന നിന്റെ കാര്യമാണ് എനിക്ക് വലുത്. എന്തായാലും നീ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. ചേച്ചി ഞാൻ ഒറ്റപ്പെട്ടൊന്നും പോകത്തില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാവും, എന്റെ സ്വത്തും എല്ലാം എനിക്ക് കുഞ്ഞിനെ വരെ എഴുതി വെക്കണമെന്ന്. പറയുന്ന കേട്ടോട്ടാ. ആഹാ കൊള്ളാം, നല്ല ഐഡിയ, നല്ല ഐഡിയ. കൊച്ചിന്റെ സ്വത്ത് മുതലും ഒക്കെ എഴുതി വെച്ചിട്ട് നാട്ടുകാർ പറയും സ്വത്തിന് മുതലിന് വേണ്ടിയിട്ട് അളിയനും പെങ്ങളൂടെ അന്യനെ കെട്ടിക്കാതിരുന്നെന്ന്. എനിക്ക് വയ്യ മക്കളെ പേരുദോഷം കേൾക്കാൻ, എനിക്ക് വയ്യ. ചേട്ടൻ എന്തോ ഇങ്ങനെ പഴമിഴിഞ്ഞത് പോലെ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്താ പറയാനാണ്? പറയാൻ വരുമ്പോ എല്ലാം കേറി പറഞ്ഞിട്ട് ഞാൻ ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കണം ഇവിടെ. നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കണ്ട. എനിക്ക് അറിയാത്ത ഒരാൾക്ക് വേണ്ടി എന്റെ പൈസ എല്ലാം ജീവിതകാലം മുഴുവൻ ചെലവാക്കാൻ എനിക്ക് വയ്യ. എനിക്ക് ഇച്ചിരി ഫ്രീഡം ആയിട്ട് ജീവിക്കണം. അച്ഛാ ഇവനത് ചുമ്മാ പറയുന്നേ. അച്ഛന്റെ കൂട്ടുകാരൻ ബ്രോക്കറിനെ ഇങ്ങോട്ട് വിളിച്ച് പെണ്ണിനെ കാണുമ്പോൾ ഒരു സൂക്കടക്കെ മാറിക്കോ. ആ എന്നാലേ അച്ഛനെ ചേച്ചി ഒന്നുകൂടെ കെട്ടിക്ക്, എനിക്ക് വേണ്ട. എടാ ചെറുക്ക, ഇവന് മോനേടാ കുട്ടാ, നിനക്ക് എങ്ങനത്തെ പെണ്ണുങ്ങളെ വേണ്ടേ? നിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാ? എന്റെ പൊന്നു മാമ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് കല്യാണം ഇപ്പൊ വേണ്ട. കേടാ കുട്ടാ, മാമനെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, അപ്പൊ നിനക്ക് താല്പര്യം വരും. നോക്കടാ കുട്ടാ, ഇതെങ്ങോട്ടാ? അത് സെറ്റ് ആവത്തില്ല അമ്മ, അത് പിരിവാ വേണ്ട. കുട്ടാ എടാ ഇതെങ്ങോട്ടാ? അത് മൂക്ക് സെറ്റായില്ല, മൂക്ക് പോരാ. ഇതെങ്ങോട്ടാ കുട്ടാ? അത് ഒരു സ്ത്രീത്വം ഇല്ല, ഒരു മലയാളത്തെയും ഇല്ല. മോടെ താണ്ട കുട്ടാ, ഇതെങ്ങോട്ട്? എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കല്യാണം വേണ്ട. നിങ്ങളത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്. ഇപ്പൊ ആരെ ഈ ബ്രോക്കറിനെയൊക്കെ വിളിച്ച് വരുത്തിയത്? നിനക്ക് ഈ കാണുന്ന ആരും ഇഷ്ടപ്പെട്ടില്ലടാ. ഇല്ല കുട്ടാ മോനെ, നിന്റെ കൺസെപ്റ്റ് പോലെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ പറയാടാ ഒരു തന്തയെടുത്ത് ഉണ്ടാക്കാൻ? എനിക്ക് ആരും ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് ഒന്നും ഉണ്ടാക്കി തരണ്ട. ഞാൻ അച്ഛനോടും അളിയനോടും പറഞ്ഞു എനിക്ക് ഇപ്പോഴേ പെണ്ണ് നോക്കണ്ടെന്ന്. 10-30 വയസ്സാവുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നിയാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി പെണ്ണിനെയും പടക്കോടിയൊക്കെ. ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട. ചേട്ടാ ഞാനേ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുവാ. ഇനി ഇവന് പെൺപിള്ളാരോട് താല്പര്യം ഇല്ലെങ്കിലോ ആണുങ്ങളോടാണോ താല്പര്യം? ഇപ്പോഴത്തെ സമൂഹത്തിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് നടത്തി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ചോദിച്ചേ അതെങ്ങനെ ഞാൻ മനസ്സിലാക്കും? ബ്രോക്കറോടൊന്ന് പറ, ഒന്ന് മയത്തിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അയാൾക്കാണ് ഇതൊക്കെ നടത്തി ചിലപ്പോൾ എക്സ്പീരിയൻസ് കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് 2 അളിയന്മാരാവുമല്ലോ. കുടുംബക്കാരോടാകുമ്പോൾ ചിലപ്പോൾ പറയത്തില്ല. വെളിയിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാം മനസ്സ് തുറക്കാൻ സാധ്യതയുണ്ട്. ബ്രോക്കറെ ഒന്ന് വന്നേ. ഇതായിരുന്നു വെച്ചാ എനിക്ക് വേണ്ടെന്ന്. ബ്രോക്കറെ ഇതോട്ടാ, കഴിഞ്ഞ വട്ടം എൻ്റെ അളിയൻ വന്നപ്പം ഞാനും അച്ഛനും അവളും കൂടെ കല്യാണത്തിന് നിർബന്ധിച്ച. അവന് വേണ്ടാന്ന് പറഞ്ഞു. ഈ വട്ടം വന്നപ്പോഴും നിർബന്ധിക്കുമ്പോൾ അവന് വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ഒരു 27 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടും? കുട്ടാ കിട്ടത്തില്ല. പാടാമോ? ഉറപ്പായിട്ടും പാടാം. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞങ്ങൾ നിർബന്ധിച്ചത്. ഞാനത് ആലോചിച്ചു, ഒരു പെണ്ണെ കണ്ടു ആ ചെറുക്കൻ അങ്ങോട്ട് തോന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് അവന് അങ്ങോട്ട് ഇഷ്ടം തോന്നില്ല. മാത്രമല്ല ഞാനും അവനോട് വെളിയിൽ പോകുമ്പോൾ ഇവൻ ഒരു ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല. എന്നല്ല ഞാനെങ്കിലും നോക്കും. ഇവൻ നോക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഇവന് ആണുങ്ങളോട് എന്തെങ്കിലും അടുപ്പം കാണും. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ തന്നെ അത്ര കല്യാണം നടത്തി കൊടുത്തേക്കുന്നുണ്ടോ കുട്ടാ? പിന്നെ അപ്പം ഇത് എങ്ങനെ ഒന്ന് നമ്മൾ അറിയുന്നേ? കുട്ടൻ പോയി ചോദിക്കും. ഞാൻ ചോദിച്ചാൽ ശരിയാകത്തില്ല, അവൻ അറിയുന്നില്ലേ? അന്ന് അച്ഛൻ കൂട്ടനെ വിടും. അച്ഛൻ പോയി ചോദിച്ചാലൊന്നും ശരിയാകത്തില്ല. പിന്നെ പാരാ കുട്ടാ. ഞാനോ കുട്ടാ പോ വെച്ചാൽ നമുക്കതങ്ങ് സെറ്റാക്കാമായിരുന്നു. ചോദിക്കാം. അപ്പം ഞാൻ ഈ കാണിച്ച് സെറ്റാക്കുന്ന പരിപാടി ഉള്ളൂ കൂട്ടാ. ഈ നിന്ന് സെറ്റാക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പം പൈസ പോകും. പൈസയുടെ കാര്യം ബ്രോക്കർ വിട്, അത് ഞാൻ ഏറ്റ്. ഉറപ്പാ. അവനിങ്ങനെ ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിപ്പോൾ സെറ്റായത്. അപ്പോൾ കൂട്ടാ അവൻ്റെ റൂം ഏതാ? മേളത്തേലേ മേള റൂം പേടിയാവുന്നതാ. ഇതത് തന്നെ വരും. എന്താ കുട്ടനാ? എന്താടാ എന്താ നിനക്ക് പെണ്ണുങ്ങളെ വേണ്ടാത്ത? പെണ്ണുങ്ങളെന്നല്ല, ഈ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അത് പെണ്ണുങ്ങളെ വേണ്ടായിരുന്നോ വേണ്ടാത്ത? പ്രായമുള്ളവരെയാണോ ഇഷ്ടം? പ്രായമുള്ളവര്?
മാമന്റെ പേരെന്തുവാ? അവന്റെ പേര് കാമരാജ. കാമരാജോ? മോനെ എന്ത് കുട്ട പോലെടാ. ഇവിടെ നിക്ക്, എനിക്കറിയാം, നീ പറ, എന്നോട് പറ. എന്തോ കയ്യൊന്നും ഓടുന്നു. ചേച്ചി മാമ പോലെ ചേച്ചി പോലെ അടേ മാമ വേണ്ട അവിടെ പ്രായമായിട്ടില്ല. ഈ ചെറുക്കാവുന്നില്ല. പിന്നെ ആരെയാ വേണ്ടേ? മോനെ, മോന്റെ അവസ്ഥ ചേച്ചി മനസ്സിലാക്കുന്നുണ്ട്. ശരിയാ, എന്തിനാ ഈ കല്യാണമൊക്കെ? ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും ഒരു ലോജിക്കും ഇല്ല. ഞാനേ ഈ സമയത്തൊരു കഥ ഓർക്കുന്നു. നടന്ന കഥയാ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കഥ. ഒരിടത്തൊടുത്ത് ഒരു നാട്ടിൽ ഒരു വലിയ മാടമ്പി ഉണ്ടായിരുന്നു. മാടമ്പി എന്ന് പറഞ്ഞാൽ പണക്കാരനായ ചട്ടമ്പിയായ മാടമ്പി. ആ മാടമ്പിയുടെ ഗ്രാമത്തിലേക്ക് ഒരു പാവം അച്ഛനും മകളും വരും. ദരിദ്ര കുടുംബമാണേ. ഈ പെൺകുട്ടി ഭയങ്കര കലാകാരിയാണ്. ഈ മാടമ്പിക്ക് ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഡാൻസ് കാണണം പെൺകുട്ടിയുടെ. പറ്റില്ല എന്ന് മുഖത്ത് നോക്കിയ പെൺകുട്ടി പറഞ്ഞു. ധൈര്യശാലിയാണ് ആ പെൺകുട്ടി. നോ പറഞ്ഞ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചെഴച്ച് നിർത്തി ഡാൻസ് കളിപ്പിക്കണമെന്ന് മാടമ്പി തീരുമാനിച്ചു. അങ്ങനെ ആ പെൺകുട്ടിയെ മാടമ്പി ഡാൻസ് കളിപ്പിക്കുന്നു. വിഷമത്തിലായിരുന്ന പെൺകുട്ടി തന്റെ ചെലങ്ക വലിച്ചൂരി മാടമ്പിയുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റയേറെ എന്നിട്ട് പറയുന്നു, I will never ever dance in front of anybody and I will throw your ചെലങ്ക in your face. വിഷമിച്ച് മാടമ്പി ഇങ്ങനെ മൂക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം മാടമ്പി ഒരുത്തൻ ഇരുതിയിലിട്ട് ചമ്മന്തിയാക്കുന്നു. അങ്ങനെ കിടപ്പിലായ മാടമ്പിക്ക് ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നു നോക്കാൻ. ആ പെൺകുട്ടിക്ക് പിന്നെ സോഫ്റ്റ് കോർണറായി. മാടമ്പി ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമായി. അവർക്കൊരു മോനുണ്ടായി. അത് പിന്നെ സെക്കൻഡ് പാർട്ടാ, അതിരിക്കട്ടെ. മക്കൾക്ക് ഫസ്റ്റ് പാർട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ആ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ടൈം ഇൻഷുറൻസും എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇതിന് മനസ്സിലായി എനിക്ക്. എന്നാ പിന്നെ ഞാൻ പോയിട്ടേ അതിന്റെ പരിപാടി നോക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് കാര്യം പറ കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ ഈ കാര്യം? ആ അതെ, ഇമാതിരി ഊളക്കഥയൊന്നും അവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീ പറഞ്ഞത് ഒരു സിനിമയാണെന്ന് ആ പൊട്ടനെ മനസ്സിലായതുമില്ല. അതുകൊണ്ട് പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കണം. അതെന്താ പ്രായോഗിക ബുദ്ധി? അത് ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കാം. ഇവൻ നിനക്ക് പറഞ്ഞു തരും. പറ ചേച്ചി. ഇല്ല, ഞാനേ കഴിക്കാന് കുഴപ്പമില്ല, ഞാൻ എടുത്ത് കഴിച്ചോളാം. തലവേദനയാ, ഉണ്ടല്ലേ? ഉറങ്ങിക്കോട്ടെ. ചേച്ചി. ആ ചേച്ചി എന്തുവാടാ? ഉറപ്പിച്ചോ? എന്ത്? എന്റെ കല്യാണക്കാര്യം. നിനക്ക് കുഴപ്പമില്ല? എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഉറപ്പിച്ചോ? നീ സമ്മതിച്ചു? സമ്മതം. എങ്കിൽ ഞാനൊരു പായസം ഉണ്ടാക്കാം, നല്ല അടിപൊളി പായസം. ചേച്ചി, ആ എന്റെ കല്യാണക്കാര്യം കേട്ടപ്പോ ഇത്ര സന്തോഷമുള്ളോ? ജില്ല് ജില്ല് നിക്ക്. ഒരു പെങ്കുച്ചി കയറി വരാനുള്ള വീടാ. എന്റെ അവളുടെ കാര്യമെല്ലാം നോക്കാനുള്ളയാ. പിന്നെ അച്ഛനോടും അളിയനോടും ചേച്ചിയെന്ന് പറഞ്ഞേക്കണം, എനിക്ക് നാണം. അളിയനോട് നീ തന്നെ അങ്ങ് പറ. എന്നാ അച്ഛനോട് ചേച്ചി പറയണം. ഓക്കെ. സമ്മതിക്കാതിരുന്ന് കല്യാണം സമ്മതിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും അല്ലല്ലോ, നേരത്തെ തറയിലൊന്നും അല്ല ഇറക്കാൻ. എന്റെ ഒരു കാര്യം. അല്ലയോ, ആ ഇതോടാ
ഉറപ്പിച്ചോ? എന്തോ എൻ്റെ കല്യാണക്കാര്യം. നിന്നെ ഇനി ഞങ്ങൾ നിർബന്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. നീ എന്തുവാന്ന് വെച്ചാ ചെയ്. അതല്ല, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ചുമ്മാ ശരിക്കും. എടേ അവളെയാണോ? നീ അവളോട് പറഞ്ഞോ? ഞാൻ ഇപ്പൊ ചേച്ചിയോട് പറഞ്ഞിട്ട് വരുന്ന വഴിയാ. ഷടാ. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ നിന്നാ പോരാ, ജില്ലും നിൽക്കണം. മാർക്കറ്റിൽ പോകണം, സാധനം മേടിക്കണം, ഡ്രസ്സ് എടുക്കണം, പന്തലിടണം, അറിയാലോ. ഒരളിയെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ല രീതി അറിയാതെ ഞാനങ്ങ് ചെയ്തോളാം. നീ സമ്മതിച്ചല്ലോ, എനിക്ക് അത് മതി. എന്നാ ഞാൻ പോയി എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് വരാം. പോയിട്ട് ശരി. ലക്ഷ്മിയെ ഡീ മരുമനെ, എന്താ വെച്ചാ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അവനിപ്പോ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെന്നപ്പം അവൻ നമ്മളെ വഴിക്ക് വന്ന കണ്ടോ. അതൊക്കെ സെറ്റായി. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അല്ല കുട്ടന്മാരെ, ഇപ്പൊ എന്താ അത്ര പെട്ടെന്ന് വിളിച്ചേ? അവൻ ഇപ്പോഴാ ബോധം വന്നത്. അപ്പം നല്ലൊരു കൊച്ചിനെ നമുക്ക് സെലക്ട് ചെയ്തങ്ങ് കൊട്. അല്ലല്ല, അന്ന് നമ്മൾ ആദ്യം കണ്ടൊരു പെൺകുട്ടിയില്ലേ, ഒരു പച്ച ചുരിദാറിട്ട്? കാവ്യ. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇഷ്ടപ്പെടുമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാ അതങ്ങ് ഉറപ്പിക്കാം. എന്നാ കാര്യം ചെയ്യാം, നാളെ ഒരു ഉച്ച കഴിഞ്ഞ് കാവ്യക്കൂട്ടൻ്റെ വീട്ടോടങ്ങപ്പാ. കാവ്യക്കൂട്ടൻ്റെ അച്ഛൻ കൂട്ടനും അമ്മ കൂട്ടനും ഒക്കെ അടിപൊളിയാ. ഫാമിലി ആയിട്ട് അല്ല, അടിപൊളി കുട്ടന്മാരാ. അല്ല കുടുംബക്കാരാ. അപ്പൊ എന്നാ ശരി, ഞാൻ ഉറങ്ങാം. കുട്ട കുട്ട, നിനക്ക് ആരുടെ കൂട്ടത്തിൽ ശത്രുക്കള്? അച്ഛൻ കൂട്ടാ, കുട്ടനെ പറ്റി കാവ്യക്കൂട്ടൻ്റെ വീട്ടിൽ പോയി പറയുക. ചെറുക്കൻ കപ്പലിനകത്ത് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അതെല്ലാം പോട്ടെ, ചെറുക്കൻ കഞ്ചാവിന്റെ മയക്കുമരുന്നിലേക്ക് ഉപഭോക്താവാന്ന് അവർ പറഞ്ഞു നടക്കുന്നത്. അയ്യോ, എന്തുകൂടെ ഏതവനാ ഇത് പറഞ്ഞത്? എനിക്കറിയാവോ? നിങ്ങൾ തീരുമാനിക്കാൻ എന്തോന്ന് വെച്ചാ അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ? ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തെ തല്ലി ഓടിക്കും. അപ്പൊ ഞാൻ ഇതേ സാരി എന്ത് കൊടുക്കും? ഇനി നിന്റെ കൂട്ടുകാർ വല്ലതും പോയി പണി വല്ലതും തന്നെയാന്ന് അസൂയ മൂത്ത്? അല്ല ചേട്ടാ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത് മുടങ്ങി, അടുത്തത് നോക്കാം. അടുത്ത പെണ്ണിനെ ഒന്നും ഇവിടെ ആരും നോക്കണ്ട. എനിക്കിനി കല്യാണം ആരും നോക്കണ്ട. ആവശ്യമില്ലാത്ത ഓരോ ആഗ്രഹങ്ങൾ മനുഷ്യന്റെ കുത്തി കയറ്റിയിട്ട് ആവശ്യം ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ പരിപാടിക്ക് കേട്ടിട്ട്. അല്ലെങ്കിലേ ആ ചുണ്ടത്ത് മറവുള്ള കൊച്ചിനെ നോക്കിക്കോ. ഐശ്വര്യ. എന്നാ പിന്നെ അത് നോക്കാം. ശരി കൂട്ടാ. പിന്നെ അത് പോയെങ്കിൽ പോട്ടെ, ആ നീലേശ്വരത്തെ കൊച്ചില്ലേ, അതിനെ നോക്കിക്കോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മുടി താഴെ വരെയുള്ള പെൺകുട്ടിയില്ലേ, അതിനെ നോക്കിക്കോ. എനിക്കിഷ്ടം. അച്ഛൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയില്ലേ, അതിനെ നോക്കിക്കോ. വേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ബ്രോക്കറും അച്ഛനും പെങ്ങളും ഒന്നും ഇനി എനിക്ക് പെണ്ണിനെ നോക്കി ബുദ്ധിമുട്ടണ്ട. എനിക്കിനി പെണ്ണ് വേണ്ട. പോളിസി എടുത്ത് എന്ത് നന്നായി. എന്നാലും എൻ്റെ ചെറുക്കൻ്റെ കല്യാണം മുടങ്ങിക്കൊണ്ടിരുന്നത് ആരാ ഇത്? നിങ്ങൾ എഴുതി വെച്ചോ, എൻ്റെ പൊന്നു ഭഗവാനെ, അവൻ്റെ തലയിൽ ഇടുത്തി വീണ് മുച്ചോട് മുടിഞ്ഞ് അവൻ പണ്ടാ തുടങ്ങി പുഴുവരിച്ച് പോയാവത്തേ ഉള്ളൂ. ആ സത്യം അച്ഛാ. എടാ, എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവൻ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൂടി ഇങ്ങോട്ടല്ലേ വരുന്നേ. അപ്പം നിങ്ങളവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഇതായാലും, എടാ വരുന്ന പെണ്ണ് എങ്ങനത്തെയെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തുപോലും നീ നമ്മുടെ പുറത്തെ വസ്തുവിൽ വീട് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുവോ. ഒരു വർഷം എടുക്കും ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒന്ന് സെറ്റാവും. അപ്പോഴത്തേക്ക് നിന്റെ വീട് പണിയും പൂർത്തിയാവും. ഏത് എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇപ്പോഴേ പരിപാടി അങ്ങ് തുടങ്ങിക്കോ. ഓഹോ, ഇത്രയും നാളും പോവണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ഇപ്പോൾ ഒരു മരുമോള് വന്നപ്പോൾ ഞങ്ങൾ വെറും കറിവേപ്പിലേ. ഈ കല്യാണം ഞാൻ നടത്തിത്തരാടാ. അവൻ്റെ വിഷമം നമ്മളാ കാണുന്നത്. അവൻ അങ്ങനെ തന്നെ ചാവും. ഓയ്, പുഴുവരിച്ച് ചാവുമെന്നോ? നാല് കല്യാണം ഞാനാ മുടക്കിയത്. അഞ്ചാമത്തെ കല്യാണം ആരാ മുടക്കിയേ? സമ്മതിക്കാതിരുന്ന് കല്യാണം സമ്മതിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും അല്ലല്ലോ, നേരത്തെ തറയിലൊന്നും അല്ലേ ഇറക്കാൻ. ഇതിന്റെ ഒരു കാര്യം. അവനെന്തോ എന്നോട് പറഞ്ഞേ, ആ പെൺകൊച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും അവൻ്റെയും കാര്യം ഞാൻ നോക്കണമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വീട്ടിൽ
അവന്റെ ഭാര്യയുടെയും വേലക്കാരിയായിട്ട് ഞാൻ നിൽക്കണമെന്നോ? നടക്കത്തില്ല ഈ കല്യാണം, നടക്കത്തില്ല ഈ കല്യാണം, മുടക്കും. എന്നെ അടിമയാക്കാൻ നോക്കി. ഈ വീട്ടിൽ എന്റെ സ്വാതന്ത്ര്യമാണ് പോകുന്നത്. അവനങ്ങനെ നിൽക്കട്ടെ. ശരി